തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ വൻ വഴിത്തിരിവ്. കുട്ടിയുടെ പിതാവിന്റെ DNA-യുമായി ബന്ധമില്ലെന്ന് കണ്ടെത്തൽ. സഹോദരന്റെ DNA ഫലവും നെഗറ്റീവാണ്. DNA പരിശോധനാ ഫലത്തിലാണ് നിർണായക കണ്ടെത്തൽ. പാലക്കാട് നിന്നാണ് അമ്മ ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത്. കേസിൽ ശ്രീധുവിനെ 2ാം പ്രതിയാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, തുടക്കം മുതൽ വലിയ രീതിയിലുള്ള ദുരൂഹതകൾ നിറഞ്ഞു നിന്ന കേസാണ് ഇത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കുട്ടിയുടെ DNA-യും പിതാവിന്റെ DNA-യും തമ്മിൽ മാച്ച് ഇല്ല എന്നാണ്. ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സഹോദരന്റെ DNA കൂടി ശേഖരിച്ചിരുന്നു. പക്ഷേ ആ DNA ഫലവും നെഗറ്റീവാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള വഴിത്തിരിവ് തന്നെയല്ലേ ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ജനുവരി 30-നാണ് കുട്ടിയെ വീടിനടുത്ത കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അമ്മാവനെ പ്രതി ചേർത്തിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലവിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കുട്ടിയുടെ പിതാവിന്റെ DNA-യുമായോ സഹോദരന്റെ DNA-യുമായോ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, നെഗറ്റീവ് എന്നത് തന്നെയാണ് നിലവിൽ DNA പരിശോധനാ ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് തന്നെയാണ്. അപ്പോൾ പോലീസ് എത്തിച്ചേർന്ന നിഗമനം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. ആസൂത്രിതമായി കുട്ടിയെ ഒഴിവാക്കണം എന്ന് കരുതി തന്നെ നടത്തിയ കൊലപാതകമാണെന്ന് ഈ കൊലപാതകത്തിന്റെ ആദ്യഘട്ടം മുതൽ പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരുന്നു. ആ കണ്ടെത്തലുകൾ ശരിവെക്കുന്ന DNA ഫല റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ശ്രീധുവിനെതിരെ നേരത്തെ വഞ്ചന കേസ് മാത്രമായിരുന്നു രജിസ്റ്റർ ചെയ്തത്. ഈ ശ്രീധു നുണപരിശോധനയ്ക്കടക്കം വിസമ്മതിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീധുവിന്റെ പങ്ക് വളരെ വ്യക്തമാണെന്ന ഒരു നിഗമനത്തിൽ, അല്ലെങ്കിൽ കൃത്യമായ തെളിവുകളിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ശ്രീധുവിന്റെയും ഹരികുമാറിന്റെയും മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയിൽ നിന്നാണ് ഇപ്പോൾ ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകം, എന്ന് കരുതി ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലക്കാട് നിന്നാണ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും അല്പസമയത്തിനകം നെയ്യാറ്റിൻകര കോടതിയിലേക്ക് ഹാജരാക്കും എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി. ശരി ദിസ്ന, തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. കുട്ടിയുടെ പിതാവിന്റെ DNA-യുമായി ബന്ധമില്ല എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഒപ്പം സഹോദരന്റെ DNA ഫലവും നെഗറ്റീവാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ പാലക്കാട് നിന്ന് കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിൽ ശ്രീധുവിനെ 2ാം പ്രതിയാക്കും. അമ്മയുടെ അറിവോടുകൂടി തന്നെ വളരെ ആസൂത്രിതമായി തന്നെയാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.